മലപ്പുറം കാളികാവിൽ 2.5 വയസ്സുകാരിയെ മർദ്ദിച്ചു കൊന്ന കേസിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെതിരെ കൊലക്കുറ്റം ചുമത്തി. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരവും കേസെടുത്തിട്ടുണ്ട്. കുഞ്ഞ് ക്രൂരമർദ്ദനമേറ്റെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. കുഞ്ഞിനെയും മാതാവിനെയും മുഹമ്മദ് ഫായിസ് ക്രൂരമായി മർദ്ദിക്കാറുണ്ടെന്ന് അയൽവാസികളും സാക്ഷ്യപ്പെടുത്തി. ഉമ്മാന്റെ കരച്ചിൽ കേട്ടിട്ടാണ് ഓടിപ്പോയത്. ഓല് അടുക്കളന്റെ ആ ഭാഗത്തേനു എല്ലാവരും ഇരിക്കുന്നു. അപ്പോൾ ഫായിസിന്റെ അമ്മാന്റെ മടിയിലേനു കുട്ടി. അപ്പോൾ കുട്ടിക്ക് എന്താ പറഞ്ഞു ചോദിച്ചപ്പോൾ തരിപ്പ് പോയതാണ്, കഞ്ഞി കൊടുക്കുന്നതിനിടയിൽ തരിപ്പ് പോയതാണ് പറഞ്ഞു. ഞാൻ കുട്ടീനെ എടുത്തിട്ട് ഒരു വണ്ടിക്കൊന്നും വിളിച്ചിട്ടില്ല. ഹോസ്പിറ്റലിൽ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞു വേഗം ഹോസ്പിറ്റലിൽ പോകണം, വണ്ടി വിളിച്ചു പറഞ്ഞു. വണ്ടി എത്തിയിട്ടില്ല. അതിൽ അനിയൻ പോയിങ്ങാണ്ട് റോഡ് കൈയാട്ടിയപ്പോൾ വണ്ടി നിർത്തി. അങ്ങനെ വണ്ടി കൊണ്ടുപോയതാ. അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ തന്നെ മരിച്ചു എന്ന് പറഞ്ഞതാ. മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ നൽകാൻ സമീർ ബിൻ കരീം നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് സമീർ ബിൻ കരീം, വിവരങ്ങൾ പറയൂ. എസ് കെ എൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ 2.5 വയസ്സുകാരിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഗുരുതരമായ ഈ മർദ്ദനത്തിനെതിരെ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മുഹമ്മദ് ഫായിസിന്റെ അറസ്റ്റ് കാളികാവ് പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊലക്കുറ്റം ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള കുറ്റങ്ങളും ഈ മുഹമ്മദ് ഫായിസിനെതിരെ ചുമത്തിന് ശേഷമാണ് കാളികാവ് പോലീസ് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മളിപ്പോഴുള്ളത് മുഹമ്മദ് ഫായിസിന്റെ വീട്ടിലാണ്. കാളികാവിലുള്ള ഈ വീട്ടിൽ വെച്ചാണ് ഈ ഫായിസും ഒപ്പം തന്നെ മറ്റുള്ളവരും ചേർന്ന് ഈ കുട്ടിയെയും ഒപ്പം തന്നെ കുട്ടിയുടെ മാതാവിനെയും അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം ഉച്ചക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. തുടർന്ന് ഈ കുട്ടിയുടെ കരച്ചിൽ കേട്ട് ഈ അയൽവാസികളായ ഏതാനും ചിലർ വീട്ടിലേക്ക് ഓടി വരികയും അപ്പോൾ കുട്ടി അബോധാവസ്ഥയിൽ കിടക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ അയൽവാസികൾ വ്യക്തമാക്കുന്നത്. അതിന് പിന്നാലെ ഇവർ ആശുപത്രി കൊണ്ടുപോകാനോ ഒന്നും തന്നെ ഈ മുഹമ്മദ് ഫായിസിന്റെ മാതാവ് ഒന്നും തന്നെ തയ്യാറായില്ല. പിന്നീട് അയൽവാസികൾ വാഹനം സംഘടിപ്പിച്ച് നൽകിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നുള്ളതാണ് ഈ ഫായിസിന്റെ അയൽവാസികൾ നമ്മോട് വ്യക്തമാക്കുന്നത്. ആശുപത്രിയിൽ എത്തിയപ്പോൾ തന്നെ ഈ മുഹമ്മദ് ഫായിസ് ഡോക്ടേഴ്സിനോട് പറഞ്ഞത് ഈ കുട്ടിയുടെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങി എന്നുള്ളതായിരുന്നു. പക്ഷേ പിന്നീട് ഡോക്ടേഴ്സ് പോലീസിനെ വിവരം അറിയിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുകയുമായിരുന്നു ഉണ്ടായത്. തുടർന്ന് ഇന്നലെ പോസ്റ്റ്മോർട്ടം നടത്തുകയും ഇന്ന് അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കുട്ടിയുടെ തലച്ചോറ് ഇളകിയ നിലയിലായിരുന്നു. കുട്ടിയുടെ ശരീരത്തിൽ 70ഓളം മുറിവുകൾ ഉണ്ടായി. 10 മുറിവുകൾ നേരത്തെ ഉള്ളതാണ് എന്നുള്ളതും പഴക്കമുള്ള മുറിവുകളാണ് 10 എണ്ണം എന്നുള്ളതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. അതോടൊപ്പം തന്നെ കുട്ടിയുടെ സ്വകാര്യ ഭാഗങ്ങളിലും മുറിവുണ്ട്. കുട്ടിയുടെ ശരീരത്തിൽ സിഗരറ്റ് കത്തിച്ച് പൊള്ളിച്ചതിന്റെ പാടുകളും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ കുഞ്ഞിന്റെ വാരിയലുകൾ തകർന്ന് ശരീരത്തിൽ തറച്ച നിലയിലാണ് എന്നുള്ളതും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഗുരുതരമായ കണ്ടെത്തലാണ്. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് കുഞ്ഞിനെ വീട്ടിനകത്ത് വെച്ച് ചവിട്ടുകയും മർദ്ദിക്കുകയും അതിന് പിന്നാലെ അബോധാവസ്ഥയിലായ കുഞ്ഞിനെ എടുത്ത് ചുമരിലേക്ക് എറിയുകയുമാണ് ഫായിസ് ചെയ്തത് എന്നുള്ളതാണ് പോലീസിന്റെ ഒരു കണ്ടെത്തലായി പറയുന്നത്. ഏതായാലും ഗുരുതരമായ അല്ലെങ്കിൽ ക്രൂരമായ മർദ്ദനമാണ് പിതാവിൽ നിന്നും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഒരു കുഞ്ഞ് ഏൽക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. എസ് കെ. ഓക്കെ, താങ്ക് യു. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ ആകാശവാണിയിൽ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറലായിട്ട് വിരമിച്ച കെ എ മുരളീധരൻ ഫോൺ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഫോണിൻ്റെ കാര്യം സ്വകാര്യമാണെങ്കിൽ നിങ്ങളോട് പറയാൻ കാര്യം എന്നറിയോ, എല്ലാ ദിവസവും 7 മണി മുതൽ 10 മണി വരെ ഞാൻ ഈ ഫ്ലോർ ലൈവായിരിക്കും. ഇതിനിടയിൽ വിളിച്ചാൽ എന്നെ കിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന, എന്നെ ഫോണിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പ വഴി, ലൈവിൽ ഞാനുണ്ടോ എന്ന് നോക്കുക, അത് കഴിഞ്ഞ് ഡയൽ ചെയ്യുക. ഓക്കെ, മുരളി സാറും അതിന് ബാധകമാണ്.